എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും ഇഷ്ടപ്പെട്ട പുരുഷനെ വശീകരിക്കാനുള്ള ഒരു കൺമഷി ഉണ്ടാക്കുന്ന വിധിയാണ്. ആ മഷി നമ്മൾ കണ്ണിലെഴുതി ഇഷ്ടപ്പെട്ട ആളെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി നമുക്ക് വശമായി വരും എന്നുള്ള അമൂല്യമായ ഒരു ഗ്രന്ഥത്തിലെ അമൂല്യമായ ഒരു ക്രിയാവിധാനമാണ് ഈ പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഭക്തിപൂർവം, വിശ്വാസപൂർവം, നല്ല മന്ത്രത്തോടു കൂടി ഈ പറയുന്ന പോലെ ചെയ്താൽ ഈ കൺമഷി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വശമായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഒരു ക്രിയാവിധാനമാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാതെ ഇത് കണ്ടവാതി നമ്മളോട് ചോദിക്കും, ഞാനൊരു വീഡിയോ കണ്ടു, ഇനിയിപ്പോൾ അതെന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിക്കണ്ട. കാരണം വെടുപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചെയ്ത് സ്വന്തമായി പ്രയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു വിധിയാണ് പറഞ്ഞത്. ആ പറഞ്ഞു തരുന്ന വിധി നിങ്ങൾക്ക് കേൾക്കാനും വയ്യാതെ പിന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ തയ്യാറാവില്ല. കാരണം സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വിളിച്ച് ചോദിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ കോളുകൾ നമുക്ക് ബെൻഡിങ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും പറയും ഇയാൾ കോൾ എടുക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. എന്താണ് വശ്യ മഷിക്കൂട്ട്? അത് ഏതൊരാൾക്കും ഉണ്ടാക്കാവുന്നതാണ്. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നതും അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഫലവും കിട്ടും. അതിന് മറ്റു തരത്തിലുള്ള ദോഷങ്ങളോ ദുരിതങ്ങളോ ഒന്നുമില്ല. ഇത് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് അതാത് വ്യക്തിയുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഏത് വ്യക്തിയാണോ ഈ ആവശ്യക്കാരൻ എന്നുള്ളത് ആ വ്യക്തി തന്നെ ഇത് ചെയ്യേണ്ടതാണ്. എന്നെങ്കിൽ മാത്രമാണ് ഇതിന് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് വേറെ എനിക്ക് സമയമില്ല, ഈ മഷി ഒന്ന് ഉണ്ടാക്കി വെക്കടേ, ഞാനെന്നാലും ഉണ്ടാക്കി വെക്കടോ, അത് ഞാൻ വന്നിട്ട് കണ്ണിലെഴുതിയിട്ട് ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഇതിനു വേണ്ടി മെനക്കെടരുത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കർമ്മിയെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കാം. അതാണ് ഇതിന്റെ യഥാർത്ഥ വിധി. അപ്പോൾ ഇതെന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കിതിന് ചെയ്യേണ്ട ആവശ്യം തന്നെ എന്താണ്? ഭർത്താക്കന്മാരോ കുടുംബക്കാരോ മറ്റുള്ള ആൾക്കാരോ ജനങ്ങൾ പൊതുജനങ്ങളോ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് അവഗണനയും കണ്ടൂടായും വിരോധങ്ങളൊക്കെ വരുമ്പോൾ പല പൂജകളും പ്രയോഗങ്ങളും ഒക്കെ നടത്തി എന്നിട്ടൊന്നും ഒരു ഫലമില്ലാതെ മടുത്തിരിക്കുന്നവരുണ്ടാവും. പക്ഷെ അപ്പൊ അതിലൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രതിവിധികളൊക്കെ വരേണ്ടി വരുന്നതും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലതും എല്ലാവർക്കും ഫലിക്കില്ല. അപ്പോൾ അത് ഏത് കാര്യം അങ്ങനെയാണല്ലോ. ഒരു മരുന്ന് ഒരാൾക്ക് എല്ലാവർക്കും ഫലിച്ചോളണമെന്നില്ല. ഒരാൾക്കൊരു അസുഖം മാറിച്ചിട്ട് ആ മരുന്ന് വേറെ ആൾക്ക് മാറിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പല പല തരത്തിലുള്ള മന്ത്രങ്ങളും പ്രയോഗങ്ങളും വിധികളും വിധാനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടത് ഗുൽഗുലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് മരുന്നുണ്ട്, അത് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഗോരോചനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് മേടിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് മയിൽപീലിയാണ്. മയിൽപീലി, ഈ മയിൽപീലി മേടിക്കാൻ കിട്ടും. ഇത് മൂന്നും കൂടിയിട്ട് നമ്മളെ കോഴിമുട്ടയുടെ വെള്ളയിൽ അരയ്ക്കണം. കോഴിമുട്ടയുടെ വെള്ളയിൽ അരച്ചിട്ട് എന്താണ് ഒരു നൈസായിട്ടുള്ള ഒരു തുണിയുടെ മേലെ പരട്ടണം. പരട്ടിയതിന് ശേഷം അത് കറക്റ്റായിട്ട് പരട്ടി ഉണക്കിയിട്ട് നമ്മളത് തിരിതെരത്തതിന് ശേഷം എന്താണ് ചുവന്ന പശുവിൻ്റെ പാല്, അതാണ് നമ്മൾ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത്. അത് കറുത്ത പശുവിന് ഒരു പ്രത്യേകത, ചുവന്ന പശുവിന് ഒരു പ്രത്യേകത, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിന് ഔഷധ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ പവറിൽ വ്യത്യാസം ഉണ്ടാവാം. ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഇതാണ്: ചുവന്ന പശുവിൻ്റെ നെയ്യ്, പാലിൻ്റെ നെയ്യ്, ഇല്ലെങ്കിൽ കറുത്ത പശുവിൻ്റെ പാലിൻ്റെ നെയ്യ്, ഇതാണ് വേണ്ടത്. ഇത് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾ തൊട്ടടുത്ത് കറുപ്പോ ചുവപ്പായിട്ടുള്ള പശു ഉണ്ടെങ്കിൽ പാല് വാങ്ങി നന്നായി തിളപ്പിച്ച് അതിൻ്റെ പാട എടുത്തു വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉരുക്കി കഴിഞ്ഞാൽ നെയ്യാവും. അത്രയ്ക്കേ വേണ്ടുള്ളൂ. അപ്പം തൈരൊഴിച്ചു പാലൊഴിച്ചു കടഞ്ഞ് പിടിച്ച് അങ്ങനെയൊന്നും ആക്കേണ്ട ഒരു കാര്യമൊന്നും വരുന്നില്ല. ഈ തന്നെ എടുത്താൽ മതി. ഇത് എടുത്തതിന് ശേഷം ഈ നെയ്യ് ഈ തുണിമ പരട്ടി തിരത്തിട്ട് വേണം തിരി കത്തിക്കാൻ. കത്തിച്ചതിന് ശേഷം നമ്മൾ ഓടിൻ്റെ ഉരുളി കൊണ്ട് കമഴ്ത്തി കാണിച്ച് ഈ പുകയുടെ കരി ഇതിൻ്റെ മേലേക്ക് പിടിപ്പിക്കണം.
പിടിപ്പിക്കുമ്പോൾ തന്നെ എന്താണ്, ഈ ഓടിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഈ നെയ്യ് പുരട്ടിയിരിക്കണം. ഈ തുണിയുടെ മേലെ ഉരുട്ടിയിട്ട് ഉള്ളതിലും നെയ്യ് പുരട്ടിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഈ തുണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ചുവന്ന പശുവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നെയ്യ് പരട്ടിയിട്ട് വേണം തിരത്തിട്ടാണ് കത്തിക്കുന്നത്. പിന്നെ ഈ ഓട്ട് ഉരുളിയുടെ ഉള്ളുഭാഗത്ത്, ഉരുളി തന്നെ വേണമെന്നില്ല, ഓടിൻ്റെ കിണ്ണോ മറ്റെന്തെങ്കിലും ആയാലും മതി, ഉൾഭാഗത്തും ഈ നെയ്യ് പരട്ടിയിട്ട് ഈ നെയ്യ് കത്തിച്ചിട്ട് ആ കത്തിച്ചതിൻ്റെ മേലെയാണ് നമ്മളെന്ത് ഈ ഇതിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ മൂടി പിടിച്ചു കഴിഞ്ഞാൽ ആ പുക അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു മഷി പോലെ ഉണ്ടാവും. ഈ മഷി എടുത്തിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചതിന് ശേഷം എന്ത് വേണം, ഈ വശ്യമന്ത്രം ജപിക്കണം. അത് അശ്വാരൂഢ മന്ത്രമാണ്. ഈ അശ്വാരൂഢ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ 1000 തവണ ജപിക്കണം. ഇതിങ്ങനെ കത്തിക്കുന്ന സമയത്തും നമ്മൾ ജപിക്കണം. അതിന് ശേഷം മഷി ആയതിനു ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് ആക്കി അത് നോക്കിക്കൊണ്ട് വേണം ഈ അശ്വാരൂഢ മന്ത്രം ജപിക്കാൻ. ജപിക്കുന്നത് ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരിയേ നമ എന്നാണ് അശ്വാരൂഢ മന്ത്രം. ഈ മന്ത്രം ജപിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സർവജന വശ്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത മന്ത്രം ജപിക്കുമ്പോൾ മാറും. ഒരു വ്യക്തിയെ വശീകരിക്കാനാണെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്ന വിധാനം മാറും. ഇതെങ്ങനെ, ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി സർവജനമുഖ ഹൃദയം വശമാനയ കുരു സ്വാഹ എന്നാണെങ്കിൽ ഈ മഷി നമ്മൾ തൊട്ടിട്ട് ജപിക്കണം. ഈ മഷി തൊട്ടിട്ട് ഈ പറഞ്ഞ മന്ത്രമാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വജനങ്ങളും നമുക്ക് വശമായിട്ട് വരും. അത് കണ്ണു എഴുതാം, പുരികം എഴുതാം, ഇവിടെ നടുക്കിൽ പൊട്ടായിട്ട് വിടാം. കൺമഷി ആണ് ഏറ്റവും ഫലവത്ത്, പിന്നെ പുരികം. അപ്പോൾ അതിന് മാത്രമായിട്ട് കണക്കാക്കി ഉണ്ടാക്കുക. പിന്നെ ഇത് ഒരു വ്യക്തിയെയാണ് വശീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മന്ത്രം നമ്മളിത് ചെല്ലുമ്പോൾ മാറ്റം വരും. ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി കഴിഞ്ഞിട്ട് ഏത് വ്യക്തിയാണെങ്കിലും അയാളെ പുണർദം നക്ഷത്രം അല്ലെങ്കിൽ വാസുദേവ ശർമ്മ നാമധേയ മുഖഹൃദയം വശമാനയ കുരു സ്വഹ പെണ്ണിനെയാണ് എന്നുണ്ടെങ്കിൽ അതങ്ങനെ. അപ്പോൾ കണ്ടില്ലേ, ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി. ഏതാ നക്ഷത്രമെങ്കിൽ ആ നക്ഷത്രം പറയുക, പുണർദാണോ അല്ലെങ്കിൽ മൂല നക്ഷത്രം. പിന്നെ പേര് എന്ന് വെച്ചാൽ രാജൻ നാമധേയെന്നോ അല്ലെങ്കിൽ എന്താണ് നാമധേയം എന്നുണ്ടെങ്കിൽ ആ നാമധേയം പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് ബൈജു നാമധേയ മുഖഹൃദയം വശമാനയ കുരു സ്വാഹ ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. എന്നാലാണ് ഇതിന് പവർ. ഈ പേരും നാളും ചേർക്കുന്നതിന് പറയുന്നതാണ് സാധ്യം എന്ന് പറയുക. സാധ്യം മന്ത്രം ചേർക്കുക എന്ന് പറയുന്നത് ഇതിനെയാണ്. ഈ നമ്മൾ ഈ മന്ത്രത്തിൻ്റെ ഇടയിൽ പേര് കൂടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിന് വേണ്ട സാധ്യം ഉണ്ടാവുള്ളൂ. സർവ്വജനങ്ങൾക്കാണെങ്കിൽ സർവ്വജന വശ്യം ഉണ്ടാവും. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ വശീകരിക്കാൻ വേണ്ടി ചെയ്യാം. ഇത് 1000 തവണ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തയ്യാറായി കഴിഞ്ഞു. അത് നമ്മൾ ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുന്നേക്കാകുമ്പോൾ ജപം കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്താണ്, ഇതിൻ്റെ അശ്വാരൂഢ മന്ത്രത്തിൻ്റെ ഋഷീശ്വരന്മാരെ സ്മരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭഗവാനെ അതൊക്കെ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം എന്താണ് ഇത് ചെയ്യണം. ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും കൂടി ജപിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് ചെയ്തതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ വാക്ചാതുര്യം കൊണ്ടോ മന്ത്രപ്രയോഗത്തിന് വന്നിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയി ഇത് ഫലമായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വശീകരിക്കാൻ വേണ്ടി നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചു തയ്യാറാക്കി കഴിഞ്ഞതിൻ്റെ ദുരിതം കൊണ്ട് തന്നെ അത് മറ്റ് ഏതെങ്കിലും ഈ കാര്യം സാധിക്കുന്നതോടൊപ്പം തന്നെ സാധിച്ചു എന്ന് വന്നേക്കാം, പക്ഷെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിനേക്കാൾ വലിയൊരു ആപത്ത് പിന്നിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രായശ്ചിത്തം ജപിക്കുക എന്ന് പറയുന്നത്. അത് ജപിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം എഫക്റ്റീവാണ്. കാരണം ഏതൊരു പൂജ കഴിഞ്ഞാലും ഏതൊരു മാന്ത്രികപരമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതം പരിഹാരമായിട്ട് എല്ലാ കർമ്മികളും ഈ ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കാറുണ്ട്.
എന്നെങ്കിൽ മാത്രമാണ് ആ കർമ്മ ദുരിതം നമ്മളിലേക്ക് ഇല്ലാതെ പൂർണ്ണമായ ഒരു ഐശ്വര്യം അനുഗ്രഹമായിട്ട് ഇത് വരുള്ളൂ. ആ ജപത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അശ്വാരൂഢ മന്ത്രം ജപിക്കുന്നേക്കാൾ മുമ്പ് തന്നെ എന്താണ് ഈ അശ്വാരൂഢ മന്ത്ര ഋഷീശ്വരന്മാരെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുക. മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം അശ്വാരൂഢ ഋഷീശ്വരന്മാരെ മന്ത്രത്തിന് അനുഗ്രഹവും ശക്തിയും ഫലവും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളിത് നിർത്താൻ, അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓം നമഃ ശിവായാന്നും ഓം നമോ നാരായണായ നമാന്നും കൂടി ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രവിധാനം പൂർണ്ണമായി. ഇതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഇത് കണ്ണിൽ തേച്ചിട്ടും പുരുകം എഴുതിയിട്ടും കിടന്നുറങ്ങിയിട്ട് ആരും വശമാവാൻ പോകുന്നില്ല. കാരണം ഒന്ന് നിദ്രയിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ശുദ്ധക്കെട് ഇതൊക്കെ വന്നു. പക്ഷെ നമ്മളിത് രാവിലെ കുളി കഴിഞ്ഞിട്ടാണ് ഇത് പരട്ടേണ്ടത്. പരട്ടുന്ന സമയത്തും നമ്മുടെ ലക്ഷ്യം എന്താണോ ആവശ്യം എന്താണോ എന്നുള്ളത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മന്ത്രം ജപിച്ചിട്ട് വേണം നമ്മൾ. ആർക്കും എന്ത് തരത്തിലാണെങ്കിലും സാധാരണ ഇത് സ്ത്രീകളാണ് ചെയ്യാറ്. കാരണം വെച്ചാൽ കണ്ണെഴുതിയിട്ടും അതുപോലെ തന്നെ പുരുകം എഴുതുന്നതൊക്കെ നമ്മൾ സ്ത്രീകൾ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇത് തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളെ വശീകരിക്കാനാണ് വേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മളൊരു വെറ്റില എടുക്കുക. വെറ്റില എടുത്തതിന് ശേഷം അതിൽ നെയ്യ് പുരട്ടിയിട്ട് വെറ്റില എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ അശ്വാരൂഢ മന്ത്രം അതിലേക്ക് നോക്കി ജപിക്കണം. 1008 തവണ ജപിക്കുക. കാരണം ഇഷ്ടപ്പെട്ട ആളുടെ മന്ത്രം പേരും നാളും ചേർത്തിട്ട് വേണം ജപിക്കാൻ. അതാണ് പറഞ്ഞത്. ഇപ്പൊ പെണ്ണാണെങ്കിൽ ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി പരമേശ്വരി, തിരുവോണം നക്ഷത്രം എന്താണ് ഏത് പേരാണെങ്കിൽ ആ പേര് ചേർത്തിട്ട്, ഇപ്പൊ നന്ദന പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരുണ്ടാവില്ല, ആ പേര് ചേർത്തിട്ട് നാമധേയ മുഖ ഹൃദയം വശമാനയ കുരു സ്വാഹ എന്ന് വേണം ജപിക്കാൻ. ഈ മന്ത്രം നമ്മൾ ഈ വെറ്റിലയിൽ നോക്കി ജപിച്ചതിന് ശേഷം നമ്മൾ ആ വെറ്റില മടക്കി ഉരുട്ടി നമ്മൾ നെയ്വിളക്കിൽ ചൂടാക്കുന്ന സമയത്തും ഈ മന്ത്രം ജപിക്കണം. ഈ ചൂടാക്കിയതിന് ശേഷം നമ്മൾ വായിലിട്ട് ചവച്ചിട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ട ആളെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ നമുക്ക് വശമായി വരും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ക്രിയയാണ്. മറ്റൊരു ക്രിയ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചൂടാക്കി ജപിച്ച് കയ്യിൽ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ ഈ സ്ത്രീയെ എന്താണ് കാണുന്ന സമയത്ത് വായലിട്ട് ഇതിന് മുറുക്കാനിലേക്കുള്ള മറ്റ് ചുണ്ണാമ്പോ അടയ്ക്കൊക്കെ ചേർക്കണോട് വിരോധമല്ല, അത് ചേർത്തിട്ട് മുറുക്ക എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആക്കി ചവച്ച് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കണ്ടതിന് ശേഷം ഈ മന്ത്രം നമ്മൾ എന്ത് വേണം? വീട്ടിൽ വന്നിട്ട് ഈ 2 പുരുകത്തിൻ്റെ നടുക്കിൽ ആ ഇഷ്ടപ്പെട്ട സ്ത്രീയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം 108 തവണ വീതം കുറച്ച് ദിവസം അടുപ്പിച്ച് ജപിക്കാം. ഒരു 21 ദിവസമൊക്കെ ഏറ്റവും കുറഞ്ഞത് വേണം. 41ഒക്കെയാണ് ഏറ്റവും വേണ്ടത്. ഇനി 21 ദിവസത്തിൽ കുറയാതെ ചെയ്യുക. 41 ദിവസമാണ് ഒരു മണ്ഡലകാലം ചെയ്യേണ്ടത്. ഈ കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ആ സ്ത്രീയുടെ മുഖത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഈ വെറ്റിലയിൽ മുറുക്കി ചെയ്യുന്നത് 7 തവണ ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവാണ്. ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നീട് നമ്മൾ മനസ്സുകൊണ്ട് ധ്യാനിച്ച് 2 പുരുകത്തിൻ്റെ നടുക്കിൽ ഈ രൂപം കണ്ടുകൊണ്ട് ജപിക്കുക. ജപിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിൽ പൂർണ്ണമായിരിക്കും നമ്മളെ ഹൃദയത്തിലേക്ക്, നമ്മളെ മുഖത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും വശമായി വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് പറയുകയാണ്, ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ 108 തവണ ജപിക്കുന്ന മന്ത്രം ജപിക്കുന്നേക്കാൾ മുമ്പും അശ്വാരൂഢ ഋഷീശ്വരന്മാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഇന്ന ആൾ വശമായി വരണം അശ്വാരൂഢ ഋഷീശ്വരന്മാരെ എന്ന് പ്രാർത്ഥിക്കുക. അശ്വാരൂഢ ദേവതയെ എന്നും കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളിത് ജപിക്കാൻ തുടങ്ങാൻ. ഈ ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞാലും അവസാനം ഇത് ചെയ്യുക. ഇത് ചെയ്യുന്നവർ പ്രത്യേകം ആലോചിക്കണം. ഇത് ദുർവിനിയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വമേധയാൽ തന്നെ നമ്മൾ നശിക്കും. അശ്വാരൂഢം ജപിച്ചതിനാൽ വിശ്വമെല്ലാം ജയിച്ചിടും, അല്ലെങ്കിൽ അശ്വാരൂഢം ധരിച്ചതിനാൽ വിശ്വമെല്ലാം ജയിച്ചിടുമെന്നും അശ്വാരൂഢം പിഴച്ചാൽ
വിശ്വമെല്ലാം നശിച്ചിടും എന്നൊക്കെയാണ് ഇതിൻ്റെ പൂർവ്വ ഗ്രന്ഥങ്ങളിലൊക്കെ പഴമൊഴിയായിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദുർവിനിയോഗത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങേയറ്റം പൈശാചികപരമായിട്ടുള്ള ദുരിതം നമുക്ക് വന്നു ചേരും. ഈ മന്ത്രങ്ങളൊക്കെ ഋഷീശ്വരന്മാർ തയ്യാറാക്കിയിട്ടും കണ്ടെത്തിയിട്ടും നമുക്ക് ഇതിനൊക്കെ വേണ്ടി തന്നിട്ടുള്ളതൊക്കെ ഈ ഒരു കാര്യം ഏതൊരു വിഷയത്തിനെയും വേണ്ട, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മാറേണ്ടത് കാര്യങ്ങളല്ലല്ലോ. ഈ ആകർഷണം, ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ സ്നേഹം, അതൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സയല്ല. അതിലൊരു മാന്ത്രിക വശം കൂടിയുണ്ട്. മനസ്സിനെ ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ മനസ്സ് നല്ല രീതിയിലേക്ക് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്കത് പൂർണ്ണമായിട്ടും അനുഗ്രഹമായിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ്, നല്ലൊരു ജീവിതത്തിനോ നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരും ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഇഷ്ട കാര്യം. കാരണം ദുർവിനിയോഗം എന്ന് വെച്ചാൽ നമ്മുടെ കാമക്രോധ മോഹാദികളെ ശമിപ്പിക്കുന്നതിനും ഇഷ്ടമോഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി മറ്റു സ്ത്രീകളെ വശമാക്കി അത് അപമാനപ്പെടുത്തുകയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദുരിതമായിട്ട് വരും എന്നാണ് ദുർവിനിയോഗം എന്ന് പറഞ്ഞാലുള്ളത്. ഇത് ചെയ്ത് നമുക്ക് വശമായി വരുന്ന സ്ത്രീയെ നമ്മൾ എന്ത് തന്നെ വന്നാലും ശരി, നമ്മൾ സംരക്ഷിക്കാനോ പരിചരിക്കാനോ കൂടെ കൂട്ടാനോ ഉള്ള മനസ്സ് നമ്മളിൽ ഉള്ളവർ മാത്രം ഇതിന് തയ്യാറായാൽ മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇഷ്ടം നടക്കും, പിന്നീട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷേ പിന്നീട് അത് നമ്മൾ വേണ്ട വിധാനം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ വീടും കുടുംബവും നശിക്കും എന്നുള്ളത് ഈ മാന്ത്രിക ഈ അശ്വാരൂഢ ക്രിയാവിധാനത്തിലെ ഋഷി യോഗീശ്വരന്മാർ തന്നെ എഴുതി വെച്ചിട്ടും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വശ്യം എന്നുള്ള അതുപോലെ തന്നെ ദോഷങ്ങളും പ്രതിവിധികൾക്കും വേണ്ട പരിഹാരങ്ങളാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാറ്. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ.